കുറച്ച് മുമ്പാണ് കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാനിടയായത്. വേറൊന്നുമല്ല, ജയിലിൻ്റെ ഉള്ളിൽ എന്തോ ഭക്ഷണ രീതിയെ കുറിച്ച് സംസാരിക്കണ കേട്ടത്. ജയിലിലല്ല ഭക്ഷണം കൊടുക്കേണ്ടത് നല്ല രീതിയിലൊക്കെ. ഈ കുഞ്ചാക്കോ ബോബൻ നല്ലൊരു നടനാണ്, കാര്യം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്നും 24 മണിക്കൂറെങ്കിലും ബിരിയാണിയൊന്നും അതിൻ്റെ ഉള്ളിൽ കൊടുക്കണത് അതാദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു നേരത്തെ ചിലപ്പോൾ ആവേശത്തിൻ്റെ കൂടെ തെറ്റ് ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്യാണ്ട് ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവന് വലിയ തെറ്റുകാരനായി കണ്ട് കോടതി പോലും വെറുതെ വിട്ട ആൾക്കാർ പുറത്തു വരുമ്പോൾ അവൻ ഇന്ന കേസിലെ പ്രതി എന്നും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുക്കേണ്ട ജയിലിൽ തന്നെയാണ്. കാര്യം അതിൻ്റെ ഉള്ളിൽ ഇത്രപ്പെട്ട് നല്ല ഭക്ഷണമൊന്നും കിട്ടാറില്ല. ഈ പറയുന്ന ബിരിയാണിയൊക്കെ ഇപ്പം നിങ്ങൾ കഴിക്കണ മാതിരിയുള്ള ഫിഷ് മോളി അതുപോലെ മറ്റുള്ള ഐറ്റംസൊന്നും അവിടെ കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള സംഭവങ്ങളെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അഭിനയത്തിനെ കുറിച്ച് മാത്രം പറയാം, അല്ലാതെ അവിടെ ഭക്ഷണം കൊടുക്കണ്ട ഇവിടെ ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. പിന്നെ ജയിലിൻ്റെ അവസ്ഥ എന്താണെന്ന് അവിടെ കിടന്നവർക്കും അവിടെ കിടക്കുന്നവർക്കും അറിയാം. അവർ ചിലപ്പോൾ ഇനി അവിടെ വല്ല മാസത്തിൽ രണ്ട് മാസം 3 മാസം കൂടുമ്പോഴേക്കും ഒരു ബിരിയാണി അവിടെ കിട്ടുള്ളൂ. അതുപോലും കഴിക്കാൻ പറ്റാതെ മാനസികമായി തളർന്ന ആൾക്കാരും ഒരുപാട് അതിൻ്റെ ഉള്ളിൽ പോയവർക്ക് അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾക്കത് അറിയില്ല. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അതിനൊക്കെ കുറിച്ചിട്ടൊക്കെ വെറുതെ ഇരുന്നിട്ട് വാദമൊന്നും സംസാരിക്കാതിരിക്കുക. കാര്യം തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചറിയാൻ പറ്റും. ഒരുപാട് തന്നെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ജയിലിൽ വന്ന് കിടന്നിട്ടുണ്ട്. അവിടുത്തെ ഭക്ഷണ രീതിയെ കുറിച്ച് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം.